പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുൽ ചെയർപേഴ്സണായേക്കും. നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മായയെ പിന്തുണച്ചാൽ കോൺഗ്രസ് സഖ്യം എന്ന ചർച്ചയും ഒഴിവാക്കാൻ കേരള കോൺഗ്രസ് എം കരുതുന്നുണ്ട്. കോൺഗ്രസ് കൌൺസിലർ ലിസിക്കുട്ടിയും പരിഗണനയിലുണ്ട്. വൈസ് ചെയർമാൻ പദവിയും കോൺഗ്രസിൽ നിന്ന് ജയിച്ച കൌൺസിലർമാർക്ക് നൽകാനാണ് സാധ്യത. കൂടുതൽ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആയേക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ തന്നെ ആകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മറ്റ് രണ്ട് വനിതകളുള്ളത് കോൺഗ്രസിന്റെ തന്നെയാണ്. കോൺഗ്രസ് പക്ഷെ അവരെ പുറത്താക്കിയെങ്കിലും കോൺഗ്രസിൽ നിന്ന് ജയിച്ച ആളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് മായയെ പിന്തുണച്ചാൽ അതൊരു കോൺഗ്രസ് വിമത മാത്രമാണ്, സ്വതന്ത്ര അംഗമാണ് ഫലത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് സഖ്യം എന്ന പേര് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും ആകുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ. സമയം ഈ വിമതരായി പുറത്തു വന്ന അംഗങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുക. നിലവിൽ എന്തായാലും മായ തന്നെ ആകും. മായ നിലവിൽ വൈസ് ചെയർപേഴ്സൺ ആണ്. നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സണായി പാലാ നഗരസഭയിൽ ഇരിക്കുകയാണ്. ആ നിലയിലാണുള്ളത്. ലിസിക്കുട്ടിയുടെ സാധ്യതയും ഈ പട്ടികയിലുള്ളതിൽ ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ ലിസിക്കുട്ടിയുടെ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ, അതായത് രണ്ടു പേരാണ്, പിന്നെ പുരുഷന്മാരായി ടോണിയും ഒപ്പം തന്നെ ബിജു മാത്യൂസുമാണുള്ളത്. ടോണി തൈപ്പറമ്പിൽ ഒരുപക്ഷെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് എത്തും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം ബിജു പാലുപ്പടവൻ കേരള കോൺഗ്രസ് എമ്മിന്റെ കക്ഷി നേതാവ്, അദ്ദേഹത്തെ ആക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടെങ്കിലും ഈ അധികാരത്തിലേക്കില്ല തങ്ങളെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ എന്തായാലും കാണുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് തിരക്ക് പിടിച്ച ചർച്ചകൾ പാലായിൽ തുടരുകയാണ്. ശരി, ജി ശ്രീജിത്താണ് കൂടുതൽ വിശദാംശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.